കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിവേളയ്ക്കായി സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ 13ാമത് എപ്പിസോഡിലേക്ക് വരുവാനും ഈ രാത്രിവേളയിൽ ദൈവവചനം അല്പസമയങ്ങൾ ശുശ്രൂഷിപ്പാനും ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് നാം പഠനം ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ പശ്ചാത്തലവും അപ്പോൾ തന്നെ 1-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളും പല എപ്പിസോഡുകളിലായി നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകാൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ദൈവവചനം പഠിപ്പിക്കുകയും പഠിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭ്യമാകുന്ന അവസരം അത് വിനിയോഗിച്ച് അത് മനസ്സിലാക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സാവകാശം ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ തുടർന്നും അപേക്ഷിക്കുക. ഇന്ന് രാത്രിയിൽ ഈ മിനിസ്ട്രിയുടെ പ്രസിഡൻറ്റും അപ്പോൾ തന്നെ ഇതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവവചന പഠനത്തിലേക്ക് നാം തിരിയുവാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച വിഷയം ഓർക്കുമല്ലോ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ചില വാക്കുകളാണ് നാം ധ്യാനിച്ചത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മരണമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാഭമാണ്. എന്നാൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കരണീയമായിരിക്കുന്നത് എന്ന് നാം ആ ഭാഗത്ത് ചില വാക്യഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചിന്തിക്കുവാനിടയായി. ഈ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ താന് അനുഗ്രഹീതമായൊരു പ്രബോധനം ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുന്ന ഭാഗത്തേക്കാണ് തുടർന്ന് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിക്കുക, 1-ാം അധ്യായം 27 മുതലുള്ള വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. നോക്കണം, പൗലോസ് ഈ ലേഖനത്തിൽ എടുത്ത് പറയുന്ന ചില ചിന്തകൾ വിശിഷ്യ നാം ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഏക മനസ്സ്, ഏക ചിന്ത പോരാ, ഏക ഭാവം, ഏക സ്നേഹം എന്നീ പദങ്ങൾ പൗലോസ് ഈ ലേഖനത്തിൽ എടുത്ത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവജനത്തിൻ്റെ ഐക്യതയെ ഓർപ്പിക്കുവാൻ, ഐക്യമായി ദൈവജനം മുന്നേറേണ്ടത് ആവശ്യമാണ് എന്ന് എടുത്ത് ഓർപ്പിക്കുവാൻ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പദങ്ങളെല്ലാം തന്നെ. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിക്കളമല്ല. കേവലം ഒരു കളിക്കളത്തിലല്ല ക്രിസ്തീയ ജീവിതം നാം നയിക്കുന്നത്, മറിച്ച് ഇതൊരു പോർക്കളമാണ്. പോർക്കളം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധഭൂമിയാണ്. ശ്രദ്ധിക്കണമേ, ഇവിടെ നാം ദൈവഭവനത്തിലെ മക്കൾ എന്നുള്ള നിലയിൽ ഏക ആത്മാവിൽ ഐക്യമായി നിലനിന്നെങ്കിൽ മാത്രമേ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിയിലും
അപ്പോൾ തന്നെ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നവരായും ശക്തിയോടെ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, കർത്താവിൻ്റെ സഭയെക്കുറിച്ച് നാം പഠിക്കുന്നത് ഒരു ശരീരമെന്നാണ്, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം. അപ്പോൾ അതിൻ്റെ ഏകതയും ഐക്യതയും ഒരുമയും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. കാലിന് ഒരു പ്രയാസം വന്നാൽ കൈ അടങ്ങിയിരിക്കത്തില്ല. ഒരു വേദന തോന്നിയാൽ കൈ പെട്ടെന്ന് അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചത്? നടന്നു പോകുമ്പോഴാണെങ്കിൽ, ഒരു മുള്ളു കൊള്ളുമ്പോഴാണെങ്കിൽ കൈ പെട്ടെന്ന് അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ആ മുള്ളുകൊണ്ട ഭാഗം എന്തു ചെയ്യും? പെട്ടെന്ന് തൂക്കും. എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി ആ കൈ ആ ഭാഗത്തേക്ക് വരും. ആരും പറയണ്ട, പെട്ടെന്ന് സംഭവിക്കുക. കണ്ണിന് നേരെ എന്തെങ്കിലും ഒന്ന് വീഴുവാൻ തുടങ്ങുന്നറിയുമ്പോൾ കൺപോളകൾ പെട്ടെന്ന് അടയുക. നിമിഷങ്ങൾ കൊണ്ട് കൺപോളകൾ അടഞ്ഞു മാറുന്നു. ആരും പറയേണ്ട, നിമിഷം കൊണ്ട് അതങ്ങ് സംഭവിക്കുക. ഇതുപോലെയാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും. ഒന്നിന് കേട് വന്നാൽ ഒന്ന് അതിനോട് പ്രതികരിക്കും. അതിനോട് അനുകൂലമായും ആ നിലകളിൽ ഇടപെടുന്ന ഒരു ഐക്യത മനോഭാവം നമ്മുടെ ഈ ശരീരത്തിനുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെ സഭ. ക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഓർക്കണം, നാം ഐക്യമായി ഒരേ ആത്മാവിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനോട് പോരാടി ജയം നേടുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് ഈ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളേ ആത്മാവിൽ നിലനിന്ന് ഉണ്ടോ, എതിരാളികളിൽ ഒന്നിലും കുടുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ ഉണ്ടോ, ഒരേ മനസ്സായിരിക്കണം, ഒരേ ആത്മാവായിരിക്കണം. മാത്രമല്ല സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ഇങ്ങനെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരേ ആത്മാവിൽ ഐക്യതയോടെ ഏക മനസ്സോടെ ഏകഭാവം പൂണ്ട് ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് നിന്ന് സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ പോരാടുവാനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുക. നമുക്കറിയാം, ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം, അങ്ങനെ ഒരു പദം അവിടെ കിടപ്പുണ്ട്. യോഗ്യമാമണ്ണം നടക്കുവീൻ. കണ്ടോ, സുവിശേഷത്തിന് യോഗ്യമാമണ്ണം. ആ പദം ഞാൻ ഒന്ന് അല്പസമയം ധ്യാനിക്കുവാനിടയായി. യോഗ്യമാമണ്ണം എന്നുള്ളത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രീക്ക് പദം അക്സിയോസ് എന്നാണ് ഗ്രീക്ക് പദം. അതിൻ്റെ അർത്ഥം തുല്യ മൂല്യമെന്നാണ്. യോഗ്യമാവണ്ണം, തുല്യ മൂല്യം, അതിൻ്റെതായ മൂല്യത്തിനൊത്തവണ്ണം. എന്തുവാ? യോഗ്യമാവണ്ണം സ്തോത്രം നടപ്പീൻ. എങ്ങനെയെങ്കിലും നടന്നാൽ ഒക്കത്തില്ല. ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ താമസിക്കുന്ന ഇടമെന്ന് പറയുന്നത് നമുക്കറിയാം, റോമൻ കോളനിയാണ്. റോമിൻ്റെ പൗരത്വമൊക്കെ ഉള്ള റോമൻ കോളനിയിലാണ് ഫിലിപ്പിയിലെ വിശ്വാസം. പക്ഷേ പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം സ്വർഗീയ പൗരത്വമുള്ളവരാണ്. റോമൻ കോളനിയിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിലും ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, നാം ആരാണ്? സ്വർഗീയ പൗരത്വമുള്ളവരാണ്. അത് പൗലോസ് ഫിലിപ്പിയ ലേഖനം 3:20 പ്രബോധിപ്പിക്കുന്നുണ്ട്. നാം ആരാ? സ്വർഗീയ പൗരന്മാരാ. ക്രൈസ്തവ സഭ ഭൂമിയിലെ ഒരു സ്വർഗീയ കോളനിയാണെന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും മറക്കരുത്. ഈ ഭൂമിയിലാണ് ദൈവസഭ ഇരിക്കുന്നതെങ്കിലും ഒരു സ്വർഗീയ കോളനിയാണ് ക്രൈസ്തവ സഭ. ദൈവത്തെ, ദൈവവചനത്തെ, ദൈവിക സത്യങ്ങളെ ഏകഭാവത്തോടും ഐക്യതയോടും ഒരുമിച്ച് ഉയർത്തുവാൻ കഴിയുന്ന, പോരാടുവാൻ കഴിയുന്ന, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നിലനിൽക്കുവാൻ കഴിയുന്ന, ആ നിലകളിലുള്ള ജീവിതം കാഴ്ചവയ്ക്കുന്ന
ആമേൻ സ്വർഗീയ പൗരന്മാരാണ് ഫിലിപ്പിയിലെ വിശ്വാസികൾ എന്ന് അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം എന്ത് ചെയ്യണം? തുല്യമായി. സുവിശേഷം എന്ന് പറയുന്നത് എന്താ? സുവിശേഷത്തിന് യോഗ്യമാവണ്ണം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്യം ഞാൻ പറയാം. സുവിശേഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ? സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. അതാ സുവിശേഷം. ഓർക്കണം, ഈ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നടക്കുക. ക്രിസ്തുവിനെ പോലെ യോഗ്യമായി നടന്ന ഒരാൾ വേറെ ഉണ്ടോ? ഇല്ല. ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. നാം പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കണ്ടോ, വിശുദ്ധിയുടെ കാര്യത്തിൽ ഉന്നതമായ മാനദണ്ഡം പുലർത്തിയവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് തന്നെ നാം ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ആ സുവിശേഷം അഥവാ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ, ആമേൻ, നമ്മുടെ നടപ്പെന്ന് അവിടെ പറയുന്ന ജീവിതമാണ്. ജീവിതത്തെ എന്ത് ചെയ്യണം? യോഗ്യമായ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നാണ് പൗലോസ് ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നത്. ഒന്നുകൂടെ പറയാം, സുവിശേഷത്തിൻ്റെ പ്രസംഗത്തെക്കാൾ പ്രസംഗം ശക്തമാണ്, പ്രസംഗം ആവശ്യമാണ്. പ്രസംഗം കൊണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു. പ്രസംഗം എന്ന പോഷത്വത്താൽ നമുക്കറിയാം ആത്മാക്കൾ, പ്രസംഗത്തിൻ്റെ ശക്തി വലുതാണ്. എന്നാൽ പ്രസംഗത്തെക്കാൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ജീവിതം യോഗ്യമായി നടന്ന് സുവിശേഷത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കാൻ കൂടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു കർത്തൃദാസൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ മറക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം പുസ്തകത്തിലുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷവുമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷവുമുണ്ട്. അത് പുസ്തകത്തിൽ കിടക്കുന്ന സുവിശേഷം. അത് വായിക്കാത്തവർ, അത് കാണാത്തവർ ജോസഫ് കുട്ടിയുടെ സുവിശേഷം കാണും. നാമാണ് സുവിശേഷം. കർത്താവിൻ്റെ വിശേഷം ആരാ? നമ്മളാ. മത്തായിയുടെ സുവിശേഷം പുസ്തകത്തിലുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് പിടികിട്ടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ വംശാവലി സഹിതം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സഹിതം എഴുതപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ്. പക്ഷേ അവർ ശ്രദ്ധിക്കുന്ന ആ സുവിശേഷമല്ല, നിൻ്റെയും എൻ്റെയും സുവിശേഷമാണ് ലോകം കാണുന്നത്. നമ്മുടെ ജീവിതം ഒരു സുവിശേഷമാണ്, നാം ഒരു സുവിശേഷമാണ്. നമ്മയാണ് ലോകം വായിക്കുന്നത്. പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ പത്രങ്ങളാണ്. അച്ചടിച്ചിറങ്ങുന്ന മനോരമ പത്രം രാവിലെ എടുത്ത് നിര്യാതരായ എന്നുള്ള കോളം നോക്കുമ്പോൾ ഇന്ന് ആരൊക്കെ മരിച്ചെന്നുള്ളത് അറിയാനായിട്ട് എടുത്ത് നോക്കുകയാണ്. ഇന്നത്തെ പ്രധാന വാർത്ത എന്താണെന്ന് എടുത്ത് നോക്കുക. ഇതുപോലെ ലോകത്തിൻ്റെ മുൻപിൽ നാം ദൈവത്തിൻ്റെ പത്രങ്ങളാണ്. പൗലോസ് അത് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ പത്രങ്ങളാണ്. ദൈവത്തിൻ്റെ സൗരഭ്യ വാസനയുള്ള ദൈവത്തിൻ്റെ പത്രങ്ങളായിരിക്കുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ, ദൈവകൃപ വെളിപ്പെടുത്തുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലകളിൽ പൗലോസ് ഫിലിപ്പ്യരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഏക ആത്മാവിൽ നിലനിന്ന് സുവിശേഷത്തിന്, അത് വായിക്കുന്ന ആ ഭാഗം, എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു, ദൂരത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങളെ വന്ന് കണ്ടിട്ടോ, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ കണ്ടോ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവീൻ. ജീവിതം കൊണ്ട് സുവിശേഷത്തെ വെളിപ്പെടുത്തുവാൻ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുക. പരസ്പര സഹകരണം, ഏകാത്മാവിൽ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഒരു മനസ്സോടെ കേട്ടോ, ഏക മനസ്സ്,
ഏകചിന്ത, ഏകഭാവം, ഏകസ്നേഹം, ഈ പ്രയോഗങ്ങൾ വിശ്വാസികളുടെ ഐക്യതയെ കുറിക്കുന്നതാണ്. ഞാനത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ദൈവമക്കളുടെ ഐക്യതയെ കുറിക്കുന്ന ചിന്തകളാണ് ഈ ചിന്തകൾ. സ്തോത്രം. ഏക മനസ്സ്, ഇൻ വൺ സോൾ. കേട്ടോ, ഒരേ മനസ്സ്. പോരാട്ടം കഴിക്കാനായിട്ട് നമുക്കറിയാം, ഇവിടെ പോരാട്ടം എന്ന് പറയുന്നത് കായിക മത്സരത്തിലെ ഒരു ടീം ഒന്നിച്ച് മറ്റൊരു ടീമിനെതിരെ പൊരുതുമ്പോൾ ഈ ടീം, ജയമെടുക്കേണ്ട ടീം ഒരുമിച്ച് നിന്ന് പോരാടിയെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജയിക്കാൻ കഴിയുള്ളൂ. മത്സരിച്ച്, പരസ്പരം മത്സരിച്ച് എതിർക്കുന്ന മാനുഷിക സംഘടനകൾ, കേട്ടോ, ഒത്തിരി ശക്തികൾ, ദൈവമക്കൾക്ക് എതിർപ്പുകളും പോരുകളും ഉണ്ട്. ഓർക്കണം, മാനുഷിക സംഘടനകളുണ്ട്, മാനുഷിക ശക്തികളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ദൈവമക്കളുടെ ആത്മീക ജീവിതത്തെ കരുപ്പിടിപ്പിക്കാതെ, അവർക്കെതിരെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ കഴിയാതെ, ജീവിതം കൊണ്ട് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാതെ അവർക്കെതിരെ പോരാടുന്ന ശക്തികൾ ഒത്തിരിയാണ്. ആമേൻ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ചാക്കോച്ചനോടും തോമാച്ചനോടും മറിയാമയോടും ശോശാമയോടുമല്ല. അവരോട് വ്യക്തിപരമായി വൈരാഗ്യം പുലർത്തേണ്ടവരല്ല നമ്മൾ. അവരിൽ വ്യാപരിച്ച് പോരാടുന്ന ഒരു ശക്തിയുണ്ട്, അന്ധകാരത്തിൻ്റെ അധിപതി. അതിനോടാണ് ദൈവപൈതലേ നമുക്ക് യുദ്ധമുള്ളത്. അത് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് കഴിഞ്ഞാൽ അതാ വിജയമെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ചാക്കോച്ചനെ കാണുമ്പോൾ വഴിമാറിപ്പോവുക, തോമാച്ചനെ കാണുമ്പോൾ വഴിമാറിപ്പോവുക. ആമേൻ. അവൻ എന്നോടൊന്ന് പറയാവോ, അവൻ എന്നോടത് ചെയ്യാവോ? ഇവനിൽ വ്യാപരിച്ച ശക്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ വിജയം ദൈവമക്കൾക്ക് നേടുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നല്ലോ, ഏക ആത്മാവിൽ ഉണ്ടോ അചഞ്ചലായി നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏക ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആദർശത്തിലും ലക്ഷ്യത്തിലുമുള്ള ഐക്യത സുവിശേഷന്റെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും അനിവാര്യമാണ്. ഏതൊന്നിനു വേണ്ടി ലക്ഷ്യത്തോടുകൂടെ നിൽക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള തികഞ്ഞ ആദർശബോധം പോരാ. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഐക്യത, അതെ, അത് നേടിയെടുക്കുവാനുള്ള ഒരുമിച്ചുള്ള ഐക്യത ദൈവമക്കൾക്ക് അനിവാര്യമാണ്. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ഏക മനസ്സുള്ളവരായിരിക്കുക. എന്തിലൊക്കെയാണ് ഏക മനസ്സുണ്ടായിരിക്കേണ്ടത്? 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഏക ചിന്തയോടിരിപ്പീൻ എന്ന് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ. നാം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണുവാനായിട്ട് കഴിയും, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പീൻ. അതിന് കഴിയാതെ പോയ ചിലരുണ്ടായിരുന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരേ ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം എന്ന് ആമേൻ പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുവാനുണ്ടായ കാരണം ആ നിലകളിലൂടെ ഏക ചിന്ത ഇല്ലാതെ പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരസ്പരമുള്ള ശണ്ട അവസാനിപ്പിച്ച് സുഹൃത്തുക്കളായി അന്യോന്യം പ്രബോധനം നൽകി വിശ്വാസികൾ എന്ത് ചെയ്യുക? ശക്തിയോടെ മുന്നേറുവാൻ കഴിയണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പിശാചിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? വിശ്വാസികളെ വിഭജിപ്പിച്ച് രണ്ടായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി അവരെ കീഴടക്കുക. കേട്ടോ, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിശാചിനറിയാം ഇവൻ ജയിക്കും എന്നുള്ളതറിയാം. അതുകൊണ്ട് ഈ ഐക്യതയ്ക്കെതിരെ അവൻ ശക്തമായി പൊരുതും. ശക്തമായി ദൈവസഭകൾ ഐക്യമായി നിന്ന് കഴിഞ്ഞാൽ അവനറിയാം ഭയങ്കര വിടുതൽ നടക്കും. പണ്ട് 2 പേരുടെ വലിയ ഐക്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ 2 പേരും എല്ലാ കാര്യത്തിനും ഐക്യതയുള്ളവരായിരുന്നു. ജീവിതത്തിലെ എല്ലാ വഴിച്ചാലുകളിലും ഐക്യതയോടുകൂടെ നിന്ന 2 ആളുകൾ. ഒരിക്കൽ ഇവരെ ഒന്ന് തെറ്റിക്കാൻ പലരും ശ്രമിച്ചു. ഒരു മനുഷ്യൻ ഇവർ 2 പേരും ഒന്നിച്ച് നടന്നു പോകുമ്പോൾ ഒരുത്തനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചെവിയിൽ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞു. ചെവിയിലാണ് പറഞ്ഞു, പക്ഷേ ഈ കേട്ടവനൊന്നും മനസ്സിലായില്ല. പറഞ്ഞ അവനങ്ങ് പോയി.
മറ്റവൻ വിളിച്ചു, എടാ അവൻ എന്താ നിന്നോട് പറഞ്ഞേ? എടാ അവനൊന്നും പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ പറഞ്ഞടാ നീ കള്ളം പറയരുത്, അവൻ നിൻ്റെ ചെവി കുറച്ചു നേരം സംസാരിച്ചല്ലോ, എന്തേലും നിന്നോട് പറയാതിരിക്കത്തില്ല, നിനക്ക് എന്നോട് പറയാനുള്ള മടുപ്പ് കൊണ്ടാണ് നീ അത് പറയാതിരിക്കുന്നേ. ഇവൻ പറഞ്ഞു, അല്ലടാ അവനെൻ്റെ ചെവിയിൽ ഏതാണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കത് വലിയ പിടി കിട്ടിയില്ല. നിങ്ങൾക്കറിയാമോ, ആ ഒറ്റ വിഷയത്തിൽ ഇവർ തമ്മിൽ ഭിന്നിച്ചു. ഒരുമിച്ച് നടന്ന രണ്ടാളുകൾ, ഐക്യമായി നിന്നവർ, ഈ നടുക്ക് വന്ന് ചെവി പറഞ്ഞ് അവൻ പറഞ്ഞത് എന്നാന്ന് അവനും അറിയത്തില്ല, കേട്ടവനും അറിയത്തില്ല, ഇത് പറഞ്ഞിട്ട് ഇവനും മനസ്സിലായില്ല. ഒരു കാര്യം സംഭവിച്ചു, ഐക്യമായി മുൻപോട്ട് പോയ രണ്ടുപേര് തമ്മിൽ എന്ത് ചെയ്തു? പിണങ്ങി. കണ്ടോ, ഒരു ചെറിയ കാര്യം കൊണ്ട് അവരെ തമ്മിൽ അവരുടെ ഐക്യതയെ കെടുത്തി കളഞ്ഞു. ഇത് പിശാചിന്റെ വലിയ വഞ്ചനയാണ്. ഓർക്കണം, ചിലക്ക് ചില തെറ്റിദ്ധാരണകൾ നിമിത്തം നല്ല ബന്ധങ്ങൾ എന്ത് ചെയ്യുക, ഒരു നിമിഷം കൊണ്ട് ഉലഞ്ഞു മാറുകയാണ്. നല്ല ഈടുറ്റ ബന്ധങ്ങൾ പോലും, മൂല്യമുള്ള ബന്ധങ്ങൾ പോലും തെറ്റിദ്ധാരണകളിൽ എന്ത് സംഭവിക്കുന്നു? ഉലഞ്ഞു പോകുന്നു. അന്യോന്യ സ്നേഹമില്ലാത്തവരായി മാറുന്നു, കണ്ടാ മിണ്ടാത്തവരായി മാറുന്നു. പ്രാർത്ഥനയുണ്ട്, സ്തോത്രവും പറയുന്നുണ്ട്, സ്തുതിക്കുന്നുമുണ്ട്, പക്ഷേ ആ ബന്ധങ്ങൾക്ക് എവിടേക്കോ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് താഴാനോ ഏൽപ്പിച്ചു കൊടുക്കാനോ, അല്ലെ എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണെന്നോ എൻ്റെ കുറവാണെന്നോ ഒക്കെ സമ്മതിക്കാനോ ഒന്നും മനുഷ്യനെ ഇന്ന് തയ്യാറല്ല. ഞാനാണ് വലിയ പുള്ളി എന്നുള്ളതാണ്. അതകത്തിരിക്കുന്നിടത്തോളം, ആ ഈഗോ അകത്തിരിക്കുന്നിടത്തോളം ഒരിക്കലും ബന്ധങ്ങൾ യോജിക്കുകയില്ല, ഐക്യത ഉണ്ടാകുകയില്ല. പണ്ടൊരു ദൈവദാസൻ ഐക്യതയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് രണ്ടുപേരെ തമ്മിൽ യോജിപ്പിക്കാൻ അവസാനം പുള്ളി നോക്കിയിട്ട് ഒരു പണിയില്ലാതെ പറഞ്ഞു, തൂമ്പായി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. തൂമ്പ കൊണ്ടുവന്നാൽ പോലും ഐക്യതപ്പെടത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഏക ചിന്തയോടെ ഇരിപ്പാനായിട്ട് ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുകയാണ്, നിങ്ങൾ ഏക ചിന്തയോടെ ഇരിപ്പീൻ. അതൊരു പ്രബോധനമാണ്. പിശാച് ഭിന്നിപ്പിക്കുക, നമ്മെ തമ്മിൽ ഭിന്നിപ്പിക്കുക, അത് ശത്രുവിൻ്റെ ലക്ഷ്യമാണ്. വിശ്വാസികൾ ഏകാത്മാവിൽ ഏക മനസ്സുള്ളവരായ ഐക്യതയെ നിലനിന്ന് പോരാടി വിജയിക്കുമെന്നുള്ളതാണ് ദൈവിക പദ്ധതി. എന്നാൽ ഐക്യതയും ശക്തിയും കെട്ടുറപ്പും ആമേൻ മാറ്റിയിട്ട് അനൈക്യവും വിഘടനവും വിനാശവും വിതയ്ക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തി ഇന്നും അനവധി ഇടങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ മേൽ ജയമെടുത്തെങ്കിൽ മാത്രമേ മുന്നേറുവാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഈ ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിയും. അതാണ് പൗലൂസ് പറയുന്നത്, ഏക മനസ്സുള്ളവരായിരിക്കണം. പൗലൂസ് അവിടെ തന്നെ പറയുന്നുണ്ട്, പ്രവൃത്തിയിൽ ഐക്യതയുള്ളവരായിരിക്കണം. പ്രവൃത്തിയിൽ വിശ്വാസികൾ ഐക്യമത്യത്തോടുകൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഐക്യത നഷ്ടപ്പെട്ട സ്ഥലം സഭകൾക്ക് കാര്യമായി സുവിശേഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കേട്ടോ, ആന്തരിക ഐക്യതയില്ലായ്മയും അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മനോഭാവവും സഭയെ ശക്തിഹീനയാക്കി അതപ്പതിപ്പിക്കുന്ന ഒന്നാകുന്നു. കസേരയ്ക്ക് വേണ്ടിയുള്ള കസേരകളി. എനിക്ക് കസേര ഇരിക്കണം, അതിനുവേണ്ടി തന്നെ നടക്കുന്ന ചില പുള്ളികളുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? സുവിശേഷീകരണത്തെ വലിച്ചെറിയുകയാണ്. ആ നിലകളിൽ പിശാച് ആ രാഷ്ട്രീയ മനോഭാവവും സഭയെ ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ വർദ്ധിച്ചു വരിക. പരസ്പര സഹകരണമിലും പ്രോത്സാഹനം, ഒത്തൊരുമ എന്നിവയാണ് ആത്മീക പോരാട്ടത്തിൽ വിജയത്തിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ. അത് മനസ്സിലാക്കണം. അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക. ചിലന്തി വലകൾ ഐക്യമായാൽ ശൃംഗത്തെയും പിടിച്ചുകെട്ടാം എന്നൊരു എത്യോപ്യൻ പഴമൊഴിയുണ്ട്. വിശ്വാസികളുടെ മധ്യയുള്ള ഐക്യതയുടെ പരമലക്ഷ്യം കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കപ്പെടുകയും ദൈവത്തെ ബഹുത്വപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാകുന്നു. അതാണ് കർത്താവിനെ വെളിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ഹിതം വെളിപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ ഐക്യമത്യത്തോടുകൂടെ കണ്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് എത്യോപ്യൻ ആ പഴഞ്ചൊല്ലി കേട്ടോ, ചിലന്തി വല പോലും ഒരുമിച്ച് നിന്നാൽ സിംഹത്തെ അതിനകത്ത് കീഴ്പ്പെടുത്താമെന്ന്. ഐക്യതയുടെ ബലം വലുതാന്നേ. സ്തോത്രം. മൂന്നാമതൊരു ഐക്യതയെ കൂടെ അവിടെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ ഐക്യത.
അതവിടെ തന്നെ വെളിപ്പെടുകയാണ്. യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഐക്യത. സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാടുക. വിശ്വാസം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. രക്ഷയ്ക്ക് വിശ്വാസം ആവശ്യമാണ് രക്ഷിക്കപ്പെടുവാൻ. നാം അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ. രക്ഷയ്ക്ക് അടിസ്ഥാനപരമായി ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, വിശ്വാസ പ്രമാണം, വിശ്വാസ സത്യങ്ങളുടെ സമാഹാരം. യൂദാ പറഞ്ഞിരിക്കുകയാണല്ലോ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം എന്നൊക്കെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടിയാണ് രക്തസാക്ഷികളായി അനേകരും മരണം വരിച്ചിട്ടുണ്ട്. അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഭക്തന്മാർ നമ്മുടെ മുൻനിരകളിലുണ്ട്. അനവധി ആളുകൾ ജീവൻ, പ്രാണനെ പോലും വെച്ചു കൊടുത്തത് അവിടെയാണ്. പൗലോസ് പറഞ്ഞല്ലോ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ സകല വിശ്വാസികളും യത്നിക്കേണ്ടതാണ്. വിശ്വാസത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ ഞാനും ഒരു വിശ്വാസിയാന്ന് പറഞ്ഞിരിക്കുകയാണ്. നല്ല പോർ പൊരുതുവാൻ കേട്ടോ. ആ നിലകളിൽ നമുക്കൊരു പ്രയത്നമുണ്ടായിരിക്കണം. വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ സത്യവിശ്വാസത്തിന് വേണ്ടി ചേരാത്ത സകലത്തോടും എതിർത്തു നിൽക്കുകയും അവയെ പരിത്യജിക്കുകയും വേണം. സങ്കീർത്തനക്കാരന്റെ തീരുമാനം, ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളെയും ഒത്തതെന്നെണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ ആ വിശ്വാസം ഏറ്റെടുത്ത് നിലനിൽക്കുന്ന ഒരു ദൈവപൈതലിന് വ്യാജമാർഗത്തെ അവൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. സകല വ്യാജമാർഗത്തെയും എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ പഠിക്കാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത്, ഏക മനസ്സുള്ളവരാകുക, പ്രവൃത്തിയിൽ ഐക്യതയുള്ളവരാകുക, പരസ്പരം സഹകരണമുള്ളവരാകുക, വിശ്വാസത്തിൻ്റെ ഐക്യതയിൽ നിലനിൽക്കുക. ഇതൊക്കെ ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്ഥായിയായ ആത്മവിശ്വാസം, സ്തോത്രം, കോൺഫിഡൻസ്. 28-30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതത്തിനെതിരെ വരുന്ന സകല പ്രതികൂലങ്ങളുടെയും നടുവിൽ ഉറപ്പോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നത്, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അതിനിടയിൽ അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ആമേൻ. അനേകര് നശിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് ഇതൊരു അടയാളമാകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. 29-ാം വാക്യം. കഷ്ടമനുഭവിക്കുന്നത് ഒരു വരമാണ്. വരമാണേ വേണ്ടത് ഞങ്ങൾക്ക്. കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരട്ടെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പുള്ളികളുണ്ട്. കൃപാവരങ്ങൾ, ദൈവം നൽകുന്ന കൃപാവരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം നിന്നുപോയി, തീർന്നുപോയി എന്നൊക്കെ പറയുന്ന പുള്ളികളുണ്ട്. പക്ഷേ കൃപാവരങ്ങൾ നിന്നിട്ടില്ല. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ വരവിൽ മാത്രമേ, ആമേൻ, നാം അവനെ മുഖാമുഖമായി കാണുമ്പോൾ മാത്രമേ കൃപാവരങ്ങൾ നിൽക്കുകയുള്ളൂ, തീർന്നു പോകുകയുള്ളൂ. അതുവരെ തൻ്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കൃപകളാലും കൃപാവരങ്ങളാലുമാണ് എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ആ നിലകളിൽ അനവധി വരങ്ങളെക്കുറിച്ച് കുരുന്ന ലേഖനത്തിൽ പഠിക്കുന്നുണ്ട്. കൃപാവരങ്ങൾ, 9 വരങ്ങൾ. ആ ഭാഗത്തോട്ടൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമാണ്. ഇന്ന് പുതിയ പഠിപ്പിക്കലുകൾ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി നീ ഇറങ്ങിക്കോ, എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ മേലങ്ങ് വരിക. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിറഞ്ഞു കവിയുന്ന അനുഗ്രഹം, തുളുമ്പി മാറുന്ന അനുഗ്രഹം, തുള്ളിത്തുള്ളുന്ന അനുഗ്രഹം എന്ന് വേണ്ട ഏതൊക്കെയാണെന്ന്, കുരയ്ക്കുന്ന, ചിരിക്കുന്ന, എത്രയൊക്കെ അനുഗ്രഹങ്ങളാണെന്നറിയോ. കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു പുള്ളി തൊടുന്നതിന് മുമ്പ് കിടന്ന് പെണ്ണുങ്ങൾ മറിയുക. അതെന്തൊരു അനുഗ്രഹമാണെന്ന് എനിക്കും അറിയത്തില്ല.
ഇങ്ങനത്തെ വാട്ടുപിടിച്ച ഒത്തിരി അനുഗ്രഹങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് നടുവിൽ ശരിയായ അനുഗ്രഹം എന്താണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം കാണുകയും ഈ പേക്കോലങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, പൈശാചികന്റെ ശക്തിയുള്ള ഒരു വ്യാപാരം ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് മനുഷ്യന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഏതാ ശരിയായ വിശ്വാസം? ആളുകൾ ഇതെല്ലാം കണ്ടിട്ട് ആകെപ്പാടെ കലങ്ങുക കിടന്ന്. സ്തോത്രം. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ദൈവകൃപയുടെ ആന്തരിക അനുഭവം, അതിൻ്റെതായിരിക്കുന്ന കാതൽ ദൈവവചനത്തിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇറങ്ങിയ ആ വിശുദ്ധ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ആ ദൈവവചനത്തിൻ്റെ കറതീർന്ന സത്യങ്ങൾക്ക് വേണ്ടി ആമേൻ അതിനകത്ത് ശകലം പോലും മായം ചേർക്കാതെ, ആരാധനയാണെങ്കിൽ അങ്ങനെ, പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ, ശുശ്രൂഷയാണെങ്കിൽ അങ്ങനെ, ഒട്ടും മായം ചേർക്കാതെ വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിന്ന ധീരന്മാരും വീരന്മാരുമായ വിശുദ്ധ മതികളുടെ ആമേൻ വിശുദ്ധന്മാരുടെ ആമേൻ ആ വലിയ ആമേൻ നീണ്ട നിരയുടെ പുറകില ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം, ആമേൻ കഷ്ടാനുഭവം, കഷ്ടമെന്നുള്ളത് ഒരു പരാജയമായി കാണുന്ന ഒത്തിരി പേരുണ്ട്. പരാജയമാണ് കഷ്ടം അല്ല. ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അതെ, അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി പാടിയ ഒരു പാട്ടുണ്ട്. കൊച്ചുകുഞ്ഞ് ഉപദേശി, കഷ്ടതകൾ ദൈവമേ എന്ന അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. അദ്ദേഹം കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തങ്ക കഷ്ടത എന്നാ. തങ്ക കഷ്ടത അതേനെ, തങ്കത്തിൻ്റെ പൗട്ടിനേക്കാൾ കറ തീർന്ന ആ നല്ല കറയറ്റ ആ തങ്കമാന്ന് ഈ കഷ്ടത എന്ന് പറയുന്ന ഒരു ദൈവ പൈതലിനെ അവൻ കഷ്ടങ്ങളിലൂടെ സ്വർഗം എന്ത് ചെയ്ത് ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവൻ എടുക്കുന്നത്, അവനെ രൂപപ്പെടുത്തി മാറ്റി നിർത്തുന്നത്. അവൻ കഷ്ടമെന്ന് പറയുന്നത് പരാജയമല്ല, അവൻ്റെ ജീവിതത്തിലെ വിജയമാണ്. 22 ക്യാരറ്റ് സ്വർണത്തേക്കാൾ തിളങ്ങുന്ന വിളങ്ങുന്ന മഹത്വമുള്ള ഉന്നതമായ ശ്രേഷ്ഠമുള്ള അവസ്ഥയിലേക്കാണ് ആമേൻ ദൈവപൈതലിനെ കഷ്ടത മാറ്റിമറിക്കുന്നത്. അതിനെക്കുറിച്ച് സവിസ്താരമായി വിസ്തരിക്കുവാൻ ഞാൻ അവസരം എടുക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് സഹിച്ച കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം പഠിച്ചു നോക്കൂ. ആദിമസഭയ്ക്ക് നേരിട്ട പീഡനങ്ങൾ, അവരടി കൊണ്ടപ്പോൾ ഞാനൊരു വാക്യം വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പീഡനമേൽക്കേണ്ടി വന്നതിൽ സന്തോഷിച്ചും കൊണ്ടുപോയി. അടികൊണ്ട് കർത്താവിന് വേണ്ടി തല്ലുകൊണ്ടപ്പോൾ സന്തോഷിച്ചുകൊണ്ട് പോയിരുന്നു. സ്തോത്രം. തിരിഞ്ഞെന്ന് 2 ഈത്ത വിളിച്ചില്ല, 2 ഉപ്പും തുപ്പിയില്ല. അങ്ങോട്ട് മാറിയുന്നുണ്ട്. സ്തോത്രം, വല്യ കർത്താവ് അടി തന്നതിനായി, അടി കിട്ടിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. ആടിച്ചവനെയൊക്കെ തമ്പുരാൻ വിടുമോ? സുവിശേഷത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ മൈക്ക് അഴിച്ചിടാനും എറിഞ്ഞ് കോളാമ്പിയെ, വർഷങ്ങൾക്ക് പുറകിൽ കോളാമ്പി വന്ന കൺവെൻഷനൊക്കെ കോളാമ്പി എറിഞ്ഞിടാൻ വന്ന ഒരു പുള്ളിയെ അവസാനം കോളാമ്പി കെട്ടിക്കുന്നവനാക്കി സ്വർഗം. മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറി പുള്ളി കോളാമ്പി കെട്ടാൻ പോവുക. ഇവിടെ ഞങ്ങൾ ചോദിച്ചു, എൻ്റെ ഭാഷയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ കോളാമ്പി എറിഞ്ഞ് തകർക്കാൻ വേണ്ടി ഞങ്ങൾ വന്നൊരു കോളാമ്പി കെട്ടി 2 ഏർ എറിഞ്ഞ് അന്നത്തെ ആ യോഗത്തിന് മാനസാന്തരപ്പെട്ടു. അന്നത്തെ യോഗത്തിലെ പ്രസംഗം ഞങ്ങളോടായിരുന്നു. സ്തോത്രം. കോളാമ്പി തകർക്കാനും മൈക്ക് തകർക്കാനും ഒക്കെ വന്നവനെ കൊണ്ട് കോളാമ്പി കെട്ടിക്കുന്നവനാ ദൈവം. ദൈവം ആരാ പുള്ളി എന്നറിയാം? ഭയങ്കരനാണ്. ശാവലിനെ പൗലോസാക്കിയ ദൈവമാണ് ദൈവം. അപ്പം കഷ്ടത എന്ന് പറയുന്നത് ഒരു പരാജയമല്ല. ഇന്നത്തെ ചില പൊതുവേദികളിലും ചില പുതിയ സഭകളും ഒക്കെ ഇറങ്ങിയിരിക്കുന്ന കഷ്ടത ഒരു പരാജയമാണ്. സ്തോത്രം. അനവധി കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിൻ്റെ വില ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഇല്ലായ്മയും വല്ലായ്മയും തകർച്ചകളും വേദനകളും ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, വിസ്തരിക്കുന്നില്ല. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ വന്നത് ഒരനുഗ്രഹത്തിന് കാരണമാണ്, ഒന്നും പരാജയമല്ല. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്,
കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. സ്തോത്രം. വരം നൽകിയിരിക്കുന്നു. കൃപാവരങ്ങൾ അനവധി പ്രാപിപ്പാൻ താല്പര്യമുള്ളവരുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുട്ടുകുത്തുന്നവരുണ്ട്. പക്ഷേ ഓർത്തോണം, കഷ്ടത ദൈവം നൽകുന്ന ഒരു വരമാണ്. കഷ്ടം സഹിക്കുവാനുള്ള വരം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയിലെ വിശ്വാസികളെ, കഷ്ടം അനുഭവിക്കാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഫിലിപ്പിയിൽ ഞാൻ അനുഭവിച്ച കഷ്ടം. ഇന്ന് റോമിലും കഷ്ടത എനിക്കുണ്ട്. എങ്കിലും ഒന്നെനിക്കറിയാം, കഷ്ടതയുടെ നടുവിലും തികഞ്ഞു വരുന്ന ദൈവകൃപ, ദൈവസാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ആ ഒരു ദൈവകൃപയ്ക്കൊത്തവണ്ണം നിങ്ങൾ വിശുദ്ധരായി ഐക്യതയോടെ നിന്ന് കർത്താവിന് വേണ്ടി ശോഭിക്കണമെന്ന് പറയുകയാണ്. ആമേൻ. എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ക്ലാസ്സിലൂടെ പറയപ്പെട്ട വചനങ്ങൾ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേ. ആമേൻ. ദൈവം ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് വിശുദ്ധരായി, യോഗ്യരായി, കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നിലകൊള്ളുവാൻ ആ ഫിലിപ്പിയിലെ വിശ്വാസികളെ പോലെ എവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. ശുശ്രൂഷകൾ അവിടുന്ന് കൃപ തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.